യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെല്ലാവരും. പ്രത്യേകമായിട്ടും ട്രെയിൻ യാത്രകൾ ഇഷ്ടമാണെങ്കിൽ ഈ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുണ്ടാവും. പക്ഷെ ഈ പറയുന്ന തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് ട്രിക്കുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന തൽക്കാൽ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. IRCTCയുടെ റെയിൽ കണക്ട് ആപ്പ് വഴിയാണ് നമ്മൾ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. യാത്ര ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപാണ് നമ്മൾ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ആൻഡ് ടൈമിംഗ്സ് കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. 10 മണിക്കാണ് AC ക്ലാസ്സിലേക്കുള്ള ബുക്കിംഗ് ആരംഭിക്കുന്നത്. ആൻഡ് 11 മണിക്കാണ് സ്ലീപ്പർ ക്ലാസ്സിലേക്കുള്ള ബുക്കിംഗ് ആരംഭിക്കുന്നത്. പക്ഷേ ഈ ബുക്കിംഗിന് എല്ലാത്തിനുമായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത് ഒരു ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. അടുത്തതായിട്ട് ആപ്പിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് പ്രയർ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതായത് യാത്രക്കാരുടെ ഡീറ്റെയിൽസ്. ആപ്പ് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ മൈ മാസ്റ്റർ ലിസ്റ്റില് ആഡ് പാസഞ്ചർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ആർക്കാണോ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പാസഞ്ചർ ഡീറ്റെയിൽസ് വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അടുത്തതായിട്ട് ടിക്കറ്റ് ബുക്കിംഗിന്റെ സമയത്ത് നമുക്ക് പണി കിട്ടുന്നത് ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്താണ്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇത്തിരി സമയം എടുത്തേക്കാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് IRCTCയുടെ ഈ വാലറ്റ് ഉപയോഗിക്കാം. ഒറ്റ ക്ലിക്കിൽ പേയ്മെന്റ് നടക്കും. അപ്പോൾ നമ്മുടെ തൽക്കാൽ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള തുക എത്രയാണോ അത് നമ്മൾ ഈ വാലറ്റിൽ പ്രയർ ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് 2 തവണയെങ്കിലും ആപ്പ് തുറന്ന് നമ്മൾ പോകേണ്ട സ്ഥലം ഒന്ന് സെർച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പോകേണ്ട സ്ഥലം സെർച്ച് ബാറിൽ കാണുകയും നമുക്ക് നമ്മുടെ പ്രോസസ്സ് മുന്നോട്ട് നീക്കാനായിട്ട് പറ്റുകയും ചെയ്യുന്നതാണ്. ഇനി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നേരത്തെ IRCTCയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. കൃത്യം 11 മണിയാകുമ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ ലോഗിൻ ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ലോഗൗട്ട് ആവും. അപ്പൊ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് കറക്റ്റ് 11 മണിക്ക് തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോ ഇനി മുതൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പ്ലീസ് ഡു ഫോളോ.